ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ എന്ന മുന്നണി മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറഞ്ഞാൽ CPM പ്രതിരോധത്തിലാകും. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കേവലം 64 സീറ്റിൽ മാത്രം രാജ്യത്ത് മത്സരിക്കുന്ന CPM-നെ പോലെ ഒരു പാർട്ടിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിന്റെ കുന്തമുനയാകാൻ കഴിയുന്നത് ഒരു സംശയവും വേണ്ട ശ്രീമതി സോണിയാഗാന്ധിയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിക്ക് മാത്രമേ കഴിയൂ. അതാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്ന രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ തുടക്കം മുതൽ തടസ്സപ്പെടുത്തുന്ന നയങ്ങൾ CPM-ന്റെ കേരള ഘടകം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ABVP സർവേ ഉൾപ്പെടെയുള്ള സർവേകൾ പരിശോധിച്ചാൽ അറിയാം, 20 ലോക്സഭാ സീറ്റുകളിൽ 20 സീറ്റിലും UDF ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു. അത് മതേതര ഭാരതത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ കരുത്ത്, ശക്തി ദേശീയ തലത്തിൽ വർദ്ധിപ്പിക്കും. അപ്പൊ ആ രാഷ്ട്രീയം ജനങ്ങളോട് പറയാൻ CPM-ന് കഴിയില്ല. അവർ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാണ്. രണ്ട്, കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ കഴിയുമോ? അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകളടക്കം ധാരാളം നേതാക്കൾ ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചു, ഇത്രയും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ശ്രീ PC വിഷ്ണുനാഥ് ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജനങ്ങളുമായി 7 നിയോജക മണ്ഡലങ്ങളിലും കടകമ്പോളങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ചുട്ടുപൊള്ളുന്ന നട്ടുച്ച വെയിലത്ത് പോലും പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും കാണുമ്പോ ഞങ്ങൾ കേരളപുരത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഞങ്ങൾ കടന്നു ചെന്നപ്പോ 80 വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ട ഒരു വല്യമ്മ മാറത്തടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. 7 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഒരിടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ സ്ഥിതി. കശുവണ്ടി തൊഴിലാളികൾ കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കൊല്ലം ജില്ലയിൽ അടഞ്ഞുകിടക്കുന്ന മുഴുവൻ കശുവണ്ടി ഫാക്ടറികളും ഞങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും. പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറി ഉടമകളുടെ ഫാക്ടറികൾ അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഞങ്ങൾ ഏറ്റെടുക്കും.